ഈ ക്ഷേത്ര ഭരണത്തിലോ നടത്തിപ്പിലോ ഇവർ കയറിപ്പറ്റിയാൽ എന്താണ് ഇങ്ങനെ മാടി വിളിക്കുന്നത് ഇവരെ? സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ പലതരം അജണ്ടകളുണ്ട്. കട്ടുമുടിക്കാൻ എന്നുള്ള ഒരു വശമാണ്, അത് പ്രാദേശിക തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായതുപോലുള്ള കട്ടുമുടിക്കൽ എല്ലായിടത്തും എല്ലാവർക്കും ചെയ്യാം, അതിനുള്ളൊരു സംവിധാനം കൊണ്ടുവരികയാണെന്നുള്ളതിനെ പ്രാഥമികമായി പറയുന്നത്. മറ്റേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എക്കാലത്തെയും അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, അവർ ഒരു രാജ്യത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന വിശ്വാസം, രാഷ്ട്രീയം, ചിന്തകൾ, പ്രത്യയശാസ്ത്രം, ഇതൊക്കെ എന്താണോ അതിനെ തകർത്തുകൊണ്ടാണ് എപ്പോഴും എല്ലായിടത്തും വളർന്നിട്ടുള്ളത്. അത് അവരുടെ തുടക്കകാലം തൊട്ട്, കമ്മ്യൂണിസത്തിന്റെ തുടക്കകാലം തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഭാരതത്തിൽ വന്ന സമയത്ത് ഇവിടുത്തെ ഈ സംവിധാനത്തെ, ഹിന്ദുത്വത്തെ മുഴുവൻ അങ്ങ് തകർക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അവർക്ക് അതിന് ഒന്നും ചെയ്യാനായില്ല. ചില പോക്കറ്റുകളിൽ ഒതുങ്ങിപ്പോകേണ്ടി വന്നു. പിന്നീട് കേരളത്തിൽ തന്നെ അവരെത്ര ശ്രമിച്ചിട്ടും ഈ സ്വത്വബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ പറയുന്ന ഹിന്ദു ആളുകളുടെ ഇടയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വന്നു. അങ്ങനെ 2013 പ്രദീപ് പറയുന്ന പ്ലീനം വന്നു. പ്ലീനത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് വിലക്കി, വീട്ടിലേക്കൊരു ഗൃഹപ്രവേശന ചടങ്ങ് നടത്തുന്നത് പോലും വിലക്കി. എന്നിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ സാധാരണ സഹകന്മാർ ഇത് ചെയ്യാതിരുന്നു? ഇല്ല, അവർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഇവർക്ക് പറ്റിപ്പോയതൊരു അബദ്ധം അവർ തിരിച്ചറിഞ്ഞൊരു സാഹചര്യം എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. യാഥാർത്ഥ്യമാണ്. കാരണം ജിഹാദികളെ അങ്ങ് വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. CAA സമരം, അത് യൂണിഫോം സിവിൽ കോഡിനെതിരായ സമരം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലിറങ്ങി മുഴുവൻ ജിഹാദി അജണ്ടകളുമായി ഇവർ നടന്നൊരു കാലമുണ്ട്. അപ്പോൾ 2024 കേരളത്തിലെ ഹിന്ദു സമൂഹം വലിയ രീതിയിലുള്ള തിരിച്ചടി ഇവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. തങ്ങളുടെ ബേസ് ആയിട്ടുള്ള ഹിന്ദു വോട്ടേഴ്സ് കൈവിട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 3 ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് BJPയുടെ MLA-മാർ കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായും തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ പൂർണ്ണമായും നഷ്ടമാകുന്നു എന്നറിയുന്ന ഒരു സാഹചര്യം അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ കേന്ദ്രങ്ങൾ, അവരുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ക്ഷേത്രങ്ങളാണ്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തെ പലപ്പോഴും അതിനിടയിലുള്ള നാഡീഞരമ്പുകളായി മാറുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ, അല്ലെങ്കിൽ പഴയ വോട്ടർമാരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ പരിശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിൻ്റെ മറ്റു വശങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പക്ഷേ ഇതും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അയ്യപ്പനെ ആർത്തവ രക്തത്തിൽ കുളിച്ച ചിത്രം വരച്ചവരാണിവർ. കുറേ കുട്ടികളെ ഇറക്കി ഏതൊക്കെ രീതിയിൽ ഹിന്ദുത്വത്തെയും ഹൈന്ദവ ദൈവങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കാമോ അതെല്ലാം ചെയ്തവരാണിവർ. രാമനെ ഇത്രയധികം അധിക്ഷേപിച്ച മറ്റൊരു രാഷ്ട്രീയ സംവിധാനമില്ല. അപ്പോൾ അതിനൊക്കെ മാപ്പ് പറഞ്ഞ് കണക്ക് തീർക്കാതെ കാലം കടന്നു പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ പിണറായി വിജയൻ നാളെ കെട്ടി ശബരിമലയിൽ പോകുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും. കാരണം കാറിൻ്റെ കളർ മാറ്റിയതും പശുത്തൊഴുത്ത് നിർമ്മിച്ചതും അവിടെ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചതിൻ്റെ ഒക്കെ പിന്നിലുള്ള കഥകളും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാളെ സമസ്താപരാധം പറഞ്ഞ് പിണറായി വിജയൻ അടക്കമുള്ളവർ ശബരിമലയിൽ പോയി അയ്യപ്പൻ്റെ കാലിൽ വീഴുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും. പക്ഷേ അതിലൊന്നും ഇവർക്ക് ഈ ഉണ്ടായ തിരിച്ചടി, കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയാണ്, കാലമൊരിക്കലും കണക്ക് ചോദിക്കാതെ പോകില്ല. വെളിച്ചപ്പാടിനെ കൊണ്ട് ദേവിയുടെ വിഗ്രഹത്തിൽ തുപ്പിച്ചതിൻ്റെ കണക്ക് തീർക്കാതെ ഇതൊന്നും അവസാനിക്കുകയുമില്ല.